വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദുഷ്പ്രേരണകളിൽ നിന്ന് ഓടിയകന്ന് പശ്ചാത്താപത്തിലൂടെയും പാപമോചനത്തിലൂടെയും നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴികൾ വിവരിക്കുന്ന വേദഭാഗമാണ് വിശുദ്ധ മാർക്കോസ് 9-ാം അധ്യായം 42 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക. ഇരു കൈകളുമുള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ചു കളയുക. 2 പാദങ്ങളുമുള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കണ്ണുമൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുകളുമുള്ളവനായി പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ പാപാവസ്ഥകളിൽ നിന്നും അകന്ന് മറ്റൊരു വ്യക്തിയാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവിൻ്റെ പാടുപീടുകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അനാദിപിതാവായ സർവേശ്വര, അങ്ങേ തിരുക്കുമാരൻ കുരിശിൽ തറക്കപ്പെട്ടിരിക്കയാൽ താൻ അനുഭവിക്കുന്ന നിഷ്ഠൂര വേദനകളെ നിരൂപിക്കാതെ തന്നെ പാടുപെടുത്തുന്നവരുടെ പാപങ്ങൾ പൊറുക്കുന്നതിനായി പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്ന് അങ്ങേ കോപത്തെ നീക്കി അരുളണമേ. ആമേൻ.